ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ബിൽ 2024 കരട് പിൻവലിച്ച കേന്ദ്രം OTT ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കാനുള്ള ബില്ലിനെതിരെ വിമർശനം ശക്തമായിരുന്നു. ബിൽ പിൻവലിച്ചത് ജനങ്ങളുടെ വിജയമെന്ന് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മൂലമാണ് തീരുമാനമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയും പ്രതികരിച്ചു. മോദി സർക്കാർ കൊണ്ടുവന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് 2024 ബില്ലിന്റെ കരട് പുറത്തുവന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നത്. ഡിജിറ്റൽ മാധ്യമ ഉള്ളടക്കവും OTTയും ഉൾപ്പെടെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് 1995 കേബിൾ ടെലിവിഷൻ സർവീസസ് ബില്ലിന്റെ കരട് പുറത്തിറക്കിയത്. ബില്ല് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റം എന്നതടക്കം വിമർശനം ശക്തമായിരുന്നു. OTT ഡിജിറ്റൽ മാധ്യമം DTH IPTV അടക്കം ഉൾപ്പെടുത്തുന്നതായിരുന്നു കരട് ബിൽ. പരിപാടികളുടെയും പരസ്യങ്ങളുടെയും ചട്ടം സംബന്ധിച്ച് സർക്കാരിന് ഉപദേശം നൽകാൻ ബ്രോഡ്കാസ്റ്റ് അഡ്വൈസറി കൗൺസിലും ഉണ്ടാകും. ചട്ടം ലംഘിക്കുന്ന അംഗങ്ങൾക്ക് പിഴ ലഭിക്കും. വളരെ ഗുരുതരമായ കുറ്റങ്ങൾക്ക് ജയിൽ ശിക്ഷയും ലഭിക്കും. തുടങ്ങിയവയായിരുന്നു വ്യവസ്ഥ. അതേസമയം കരട് ബില്ലിനെതിരെ അതിശക്തമായ വിമർശനമായിരുന്നു ഉയർന്നു വന്നത്. നിലവിൽ കരട് പിൻവലിച്ച കേന്ദ്ര സർക്കാർ ബില്ലിന്റെ കരട് തിരിച്ചയക്കാനും എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരട് ബിൽ പിൻവലിക്കാനുള്ള തീരുമാനം ജനങ്ങളുടെ വിജയമെന്ന് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയാണ് ബില്ല് പിൻവലിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയും എക്സിൽ കുറിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.